بنسي شخط رمضان تلك ويس. അസ്സലാമു അലൈക്കും. ബൻസി ഹോസ്പിറ്റൽ ഷെഹർ റമളാൻ ടെലികിസിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ ആരംഭിക്കുന്നു. ഫസ്റ്റ് കോളർ ആരാണെന്ന് നോക്കാം. بنسي شخط رمضان تلك ويس. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ബൻസി ഹോസ്പിറ്റൽ ഷെഹർ റമളാൻ ടെലികിസിലേക്ക് സ്വാഗതം. ആരാ വിളിക്കുന്നത്? നാജില എവിടെ നിന്നാ വിളിക്കുന്നത്? പൊന്നാനിയിൽ എവിടെയാണ്? വണ്ടിപ്പേട്ടയിലാ? അതെ. നാജില ഏത് ക്ലാസ്സിലാ പഠിക്കുന്നത്? സിക്സ്തോ? ഓക്കെ. ഈ പ്രോഗ്രാം കണ്ടിട്ടുണ്ടോ? അപ്പൊ ഇതിന്റെ റൂൾസ് ഒന്നും പറയണ്ടല്ലോ? വേണ്ടല്ലോ? വേണ്ട. 3 ചോദ്യം ഉണ്ടാവുക. ആദ്യത്തെ 2 ചോദ്യത്തിന് ഓപ്ഷൻ ഉണ്ടായിരിക്കും. മൂന്നാമത്തെ ചോദ്യത്തിന് 5 സെക്കൻഡ് സമയം ഉണ്ടാവുള്ളൂ. അപ്പൊ ആദ്യത്തെ ചോദ്യം ചോദിക്കട്ടെ? ഉത്തരം പറയാൻ റെഡിയാണല്ലോ? അവിടെ സഹായിക്കാനൊക്കെ ആൾക്കാരുണ്ട് അല്ലേ? ഹലോ ഹലോ സഹായിക്കാൻ ആൾക്കാരുണ്ടല്ലോ? ഉണ്ട്. അപ്പൊ ആദ്യത്തെ ചോദ്യം ചോദിക്കട്ടെ? 2 ബിസ്മിയുള്ള ഏക സൂറത്ത് ഏതാണെന്ന്. 2 ബിസ്മി ഉണ്ട്. ഓപ്ഷൻസ്: സൂറത്തുൽ നംല്, സൂറത്തുൽ ബക്കറ, സൂറത്തുൽ തൗബ. നംല് ശരിയാണ് ആൻസർ കേട്ടോ. രണ്ടാമത്തെ ചോദ്യം ചോദിക്കട്ടെ? സർവ്വരോഗങ്ങൾക്കും പ്രതിവിധിയായ ഒരു സൂറത്ത് ഉണ്ട്. എല്ലാ രോഗത്തിനും അത് ഓതി മന്ത്രിച്ചാൽ മതി. ഏതാണ് ആ സൂറത്ത് എന്നാണ്. സൂറത്തുൽ ഫാത്തിഹ, സൂറത്തുൽ നാസ്, സൂറത്തുൽ ഇഖ്ലാസ്. സൂറത്തുൽ ഫാത്തിഹ ശരിയാണ് കേട്ടോ. ഇനി മൂന്നാമത്തെ ചോദ്യത്തിന് ഓപ്ഷൻ ഇല്ല. 5 സെക്കൻഡ് സമയമേ ഉള്ളൂ. ആ ഉത്തരം ശരിയാക്കിയാല് ബൻസി ഹോസ്പിറ്റൽ നൽകുന്ന ഒരു ഉഗ്രൻ സമ്മാനം ഉണ്ടാവും നാജിലക്ക് കേട്ടോ. ചോദ്യം ചോദിക്കട്ടെ? ഉത്തരം പറയാൻ റെഡിയാണല്ലോ? മനുഷ്യനെയും ജിന്നിനെയും നേരിട്ട് അഭിസംബോധന ചെയ്യുന്ന ഒരു സൂറത്തുണ്ട്. മനുഷ്യനെയും ജിന്നിനെയും നേരിട്ട് അഭിസംബോധന ചെയ്യുന്ന ഒരു സൂറത്ത് ഏതാണ്? ആ സൂറത്ത് സൂറത്തുർ റഹ്മാൻ ശരിയാണ് ആൻസർ കേട്ടാ. നാജിലക്ക് ബൻസി ഹോസ്പിറ്റൽ നൽകുന്ന ഒരു ഉഗ്രൻ സമ്മാനം ഉണ്ട്. ഓക്കെ ശരി. بنسي شخط رمضان تلك ويس. അസ്സലാമു അലൈക്കും. ബൻസി ഹോസ്പിറ്റൽ ഷെഹർ റമളാൻ ടെലികിസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? റിഷാദ് എവിടെ നിന്നാ? പള്ളപ്പുറം. ഇതിനു മുമ്പ് റിഷാദ് വിളിച്ചിട്ടുണ്ടോ? ആദ്യമായിട്ടാണ് അല്ലേ? റിഷാദ് ഏത് ക്ലാസ്സിലാ പഠിക്കുന്നത്? 5ല്. മോനെ സഹായിക്കാൻ വീട്ടിൽ വേറെ ആരെങ്കിലും ഉണ്ടോ? അനിയത്തി ഏത് ക്ലാസ്സിലാ പഠിക്കുന്നത്? ഓ അതാണ് സഹായി. ഹലോ ഒരു ധൈര്യം തരാൻ ഇക്കാക്ക്. വേണം. അനിയത്തി ആവുമ്പോ ഒന്നും കൂടെ ധൈര്യം ഉണ്ടാവും അല്ലെ? അനിയനേക്കാളും കൂടുതൽ ധൈര്യം ഉണ്ടാവും തോന്നുന്നു എനിക്ക്. അനിയത്തി ആവുമ്പോ ഒരു കരുത്തൊക്കെ ഉണ്ടാവും അല്ലേ? ശരിയാണ്. അനിയനും ഇക്കാക്ക് അനിയത്തി ഏത് സ്കൂളിലാ പഠിക്കുന്നത്? അല്ല നീ ഇക്കാക്കല്ലേ അനിയത്തിയുടെ? മറന്നുപോയി. എവിടെ രണ്ടുപേരും പഠിക്കുന്നത്? ബോയ്സില്. അപ്പൊ വലിയ ആളാണ്. ബോയ്സിലൊക്കെ അല്ല പഠിക്കുന്നത് അല്ലേ? പക്ഷെ അവിടെ ഗേൾസും ഇല്ലേ? അവിടെ ഗേൾസും ഇല്ലേ? ആ ബോയ്സ് എന്ന് പറയുന്ന സ്കൂളിലെ ഗേൾസും ഇല്ലേ? പിന്നെന്താ അവിടെ എപ്പോഴും ബോയ്സ് എന്ന് പറയുന്നത്? അതറിയില്ല അല്ലെ? എന്തേലും ആവട്ടെ. എന്തായാലും ഗേൾസും അവിടെ പഠിക്കുന്നുണ്ട് അല്ലേ? ഓക്കെ. ഇതിലേക്ക് മുന്നേ വിളിക്കാത്തത് കൊണ്ട് ഇതിന്റെ റൂൾസ് ഒന്നും അറിയണ്ടാവില്ല അല്ലേ? അറിയുന്നില്ല. അപ്പൊ വീഡിയോ കാണാറുണ്ട്. വീഡിയോ കണ്ടിട്ട് ഇഷ്ടായാ?
വീഡിയോ ഇഷ്ടായാ? അതിൽ ചോദ്യങ്ങളൊക്കെ പഠിച്ചു വെച്ചാ? ഹലോ, അല്ല പഠിച്ചിട്ടുണ്ട്. എന്തായാലും ഞാൻ ചോദിക്കാം ട്ടാ. ഫസ്റ്റ് ചോദ്യം ചോദിക്കട്ടെ. സിമ്പിള്, വെരി സിമ്പിൾ. ഖുർആൻ പേരെടുത്തു പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശത്രു ഉണ്ട്. നബിനെ ഒരുപാട് ഉപദ്രവിച്ചിരിക്കണം. എൻ്റെ ഭാര്യയും ഉപദ്രവിച്ചിട്ടുണ്ട് നബിനെ. നബി നമസ്കരിക്കുമ്പോഴൊക്കെ നബിയുടെ കഴുത്തിൽ കുടൽമാലൊക്കെ കൊണ്ടുവന്നിട്ടില്ലേ, ഒട്ടകത്തിന്റെ കുടൽമാലൊക്കെ കഴുത്തിൽ ഇട്ട് കൊടുത്തിട്ട്. അങ്ങനെ ഒരു സ്വഹാബി ഉണ്ട്. സ്വഹാബി അല്ല, ഒരു ശത്രു, നബിയുടെ ശത്രു. ആരാണത്? ഓപ്ഷൻസ് പറയട്ടെ. അബൂ ലഹബ്, അബൂ ജഹല്, അബൂ സുഫിയാൻ. ചോദ്യം ചോദിക്കണ. ഖുർആനിലെ പേരെടുത്തു പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശത്രു, നബിനെ തീരെ ഇഷ്ടമില്ലാത്ത ആള് ആരാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ ഒന്നുകൂടെ പറയട്ടെ. അബൂ ലഹബ്, അബൂ ജഹല്, അബൂ സുഫിയാൻ. വെരി ഗുഡ്, മിടുക്കൻ. അബൂ ലഹബ്. അതൊരു കൺഫ്യൂഷൻ ഉണ്ട് അല്ലേ? അബൂ ലഹബ് ഇല്ലേ? നമ്മൾ ഓതാറില്ലേ ഖുർആനില്? ഏത് സൂറത്തിലാണ് പറയുന്നത് അറിയോ? ഇത് വളരെ സിമ്പിൾ. നമ്മൾ ചെറിയ സൂറത്ത് ഓതാറില്ലേ? അതിലുണ്ടല്ലോ പറയുന്നത് തബ്ബത്ത് യദാ അബീ ലഹബ്. അവന്റെ ഇരു കൈകളും നശിക്കട്ടെ. ആരെ? അബൂ ലഹബിന്റെ അല്ലേ? നമ്മളെ സൂറത്ത് ഓതാറുള്ളതല്ലേ? ഇപ്പൊ തറാവിയൊക്കെ വേഗം കഴിയാൻ വേണ്ടിട്ട് എല്ലാവരും ഓതുന്നുണ്ടാവും ഇല്ലേ? അപ്പൊ രണ്ടാമത്തെ ചോദിക്കട്ടെ. ലുക്മാൻ അലൈഹിസ്സലാമിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാ? സൂറത്തുൽ ലുക്മാനൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? കേട്ടിട്ടില്ലേ? ഇല്ലെങ്കി ഇപ്പൊ എങ്ങനെ ഖുറാനില് പറയുന്നത് കേട്ടിട്ടില്ല? അല്ലാ, കുറച്ചുള്ളെങ്കി പിന്നെ എങ്ങനെ ഇപ്പൊ ഞാൻ ഈ ചോദ്യം ഒന്ന് ചോദിക്കുക? ഇവിടെ തയ്യാറായിട്ട് അനിയത്തി ധൈര്യമൊക്കെ പകർന്നടുത്ത് തന്നെ നിക്കുകയാണ് അല്ലേ? ചോദിക്കട്ടെ. ലുക്മാനുൽ ഹക്കീമിനെ കുറിച്ച് ഖുർആനിൽ എത്ര തവണ പറഞ്ഞിട്ടുണ്ടെന്നാണ്? ലുക്മാനുൽ ഹക്കീമിനെ കുറിച്ച് ഖുർആൻ എത്ര തവണ പരാമർശിച്ചിട്ടുണ്ട്? 2, 3, 4. പോരട്ടെ. ശരിയാണ്. ഇത്ര ശരിയായി. താങ്ക് യു. ഒരു ചോദ്യം കൂടെ പറഞ്ഞാല് സമ്മാനായിട്ട് പോവാം. ചോദിക്കട്ടെ. സിമ്പിൾ ആയിട്ട് ചോദിക്കും. നീ ഏത് ക്ലാസ്സിലാണ് മദ്രസയിൽ പഠിക്കുന്നത്? 4-ലാണ് അല്ലേ? മദ്രസയിൽ ചരിത്രമൊക്കെ പഠിക്കാല്ലേ? ഫിഖ്, താരീഖ്, അല്ലേ? താരീഖ് പഠിക്കാല്ലേ? താരീഖില് ഏതൊക്കെ നബിമാരെ കുറിച്ച് പഠിക്കുന്നുണ്ട്? ഏതൊക്കെ നബിമാരെ കുറിച്ച് പഠിക്കുന്നുണ്ട്? നബി. ഏത് മദ്രസയിലാ പഠിക്കുന്നത്? ഇൽമിയയിൽ കൊറേ കാര്യങ്ങൾ പഠിക്കുന്നുണ്ടാവും അല്ലേ? നേരത്തെ വിളിച്ചിരുന്നവരൊക്കെ ഇൽമിയയിൽ തന്നെ പഠിക്കുന്നത്. ചോദിക്കട്ടെ എന്നാ. മലഞ്ചെരിവിൽ പാറ തുരന്ന് വീടുണ്ടാക്കിയിരുന്നവരെ കുറിച്ച് ഖുർആനിൽ പറയണ്ടേ? ഏത് സമുദായാണ് അവര്? മലഞ്ചെരിവിലെ പാറ ഇല്ലേ? വലിയ വലിയ പാറകളൊക്കെ നമ്മൾ കാണാറില്ലേ മലഞ്ചെരിവിലൊക്കെ? ടൂറൊക്കെ പോവാറുണ്ടാ? എന്തായിരുന്നു മോന്റെ പേര്? ഞാൻ മറന്നുപോയി. മോന്റെ പേരെന്തായിരുന്നു? റിഷാദ്. ടൂറൊക്കെ പോവാറുണ്ടോ? വയനാട്ടിലേക്കൊക്കെ പോവാറുണ്ടോ? വയനാട് അങ്ങോട്ടൊക്കെ പോവാറുണ്ടോ? മലപ്പുറം ഏരിയയിലേക്കൊക്കെ പോവാറുണ്ടോ? എവിടെയും പോയിട്ടില്ലേ ഇതുവരെ ടൂറ്? സാറില്ല, ഇനി പോയാൽ മതി ട്ടാ. അപ്പൊ വലിയ വലിയ പാറക്കെട്ടുകളൊക്കെ കണ്ടിക്കണം മോനെ?
അതെ. ആ, അതൊക്കെ തുരന്നിട്ട് വീടുണ്ടാക്കുന്ന ഒരു സമുദായം ഉണ്ടായി നമുക്ക് മുമ്പ്. മുഹമ്മദ് നബിയുടെ സമുദായം വരുന്നതിന് മുമ്പ്. ഏതാണ് ആ സമുദായം എന്നാണ് നമ്മുടെ ചോദ്യം. ഏത് ഗോത്രാണ്? ആ, വെരി ഗുഡ്, വെരി ഗുഡ്. ആൻസർ കറക്റ്റായി. സമ്മാനായിട്ട് പോവാട്ടോ. സമൂത് ഗോത്രം തന്നെ കേട്ടോ. ഇതാരാ പറഞ്ഞത് മോനെ? ആരാ പറഞ്ഞത്? ഉമ്മച്ചി. ആ, എന്നിട്ട് അനിയത്തി മാത്രമുള്ള സഹായിക്കാനെന്ന് പറഞ്ഞിട്ട് ഉമ്മച്ചി അടുത്തുണ്ടല്ലോ. പണി ചെയ്യായിരുന്നു അല്ലേ? അതിലിടയിൽ വന്നിട്ട് പറഞ്ഞതാണ് ഉത്തരം. എന്തായാലും ബെൻസി ഹോസ്പിറ്റലിൽ ഇരുന്ന ഒരു ഉഗ്രൻ സമ്മാനം ഉണ്ട്. റിഷാദിന് സമ്മാനം കിട്ടിയിട്ടുണ്ട് കേട്ടാ. സഹായിച്ച അനിയത്തിക്കും കൂടെ അല്ലേ? ധൈര്യം പകർന്നു തന്ന അനിയത്തി. സഹായിച്ചതല്ല, ധൈര്യം പകർന്നു തന്നത് അല്ലേ? അടുത്ത് നിന്നിട്ട്. എന്നാ ശരി, ഓക്കെ. بنسي شخط رمضان تلك ويس. അസ്സലാമലൈക്കും. ബെൻസി ഹോസ്പിറ്റൽ ഷെഹർ റമളാൻ ടെലിക്യൂസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? അദ്നാൻ. അദ്നാൻ എവിടെന്നാ? പൊന്നാനിയിൽ എവിടെ? മുമ്പ് വിളിച്ചിട്ടുണ്ടായിരുന്നു ഞാന്. ചമ്പ്രോട്ട ജംഗ്ഷനിലാണല്ലേ? അദ്നാൻ എന്താ ചെയ്യുന്നത്? ഞാന് ഡിഗ്രി ഇപ്പൊ കഴിഞ്ഞ് പഠനം കഴിഞ്ഞിപ്പോ റമളാൻ കഴിഞ്ഞിട്ട് ജോലിയിൽ പ്രവേശിക്കണം അല്ലേ? ഇൻഷാ അല്ലാ. പിന്നെ പങ്കെടുത്തിട്ട് സമ്മാനം കിട്ടിയിട്ടുണ്ടായിരുന്നോ? ഒരു വട്ടം കിട്ടിയിട്ടുണ്ട്. ഒരു തവണ കിട്ടിയിട്ടുണ്ടല്ലേ? എന്നാലും ഇത് ഈ പരിപാടിയിലുള്ളവരോടുള്ള ഇഷ്ടം കൊണ്ട് വിളിക്കാവൂ അല്ലേ? ക്വസ്റ്റ്യൻ എങ്ങനെയാന്ന് അറിയാൻ വേണ്ടിട്ട്. ക്വസ്റ്റ്യൻ എങ്ങനെയാ? ഏത് തരത്തിലുള്ള ക്വസ്റ്റ്യൻ ആവും എന്നൊക്കെ അറിയാനുള്ള ഒരു താല്പര്യം. അതെ. അപ്പൊ ഇത്ര ദിവസം പിന്നെ വിളിച്ചാണ്ടില്ലല്ലോ? ഇല്ല, ഒരു പ്രാവശ്യം വിളിച്ചേ. ഇനിയിപ്പോ ഇത് കണ്ടപ്പോ വിളിച്ചാണ്. ഞങ്ങൾ എല്ലാ എപ്പിസോഡും കണ്ടിരുന്നോ? എല്ലാ എപ്പിസോഡും കണ്ടിരുന്നോ? ഇല്ല, എല്ലാ എപ്പിസോഡും കണ്ടിരുന്നില്ല ഞാന്. അല്ല, കണ്ടിരുന്നോന്ന് ചോദിക്കുക. ഇല്ല, എല്ലാ എപ്പിസോഡും കണ്ടിട്ടില്ല. കണ്ടിട്ടില്ലല്ലേ? ഒന്ന് കാണണേ. അപ്പൊ നമുക്ക് കൂടുതൽ ഇതേപോലെ ക്വസ്റ്റ്യൻ ഒക്കെ അറിയാനുള്ള താല്പര്യമുള്ള ആളാണെങ്കിൽ അതിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് അറിയാൻ സാധിക്കും കേട്ടോ. അത് കുഴപ്പമില്ല, ഞാൻ പറഞ്ഞതല്ലോ. അല്ല, ഞാന് പറയാ. അപ്പൊ നമുക്ക് കൂടുതൽ അറിവ് കിട്ടുമല്ലോ എന്ന് പറഞ്ഞതാണ് ഞാനും. ഒന്ന് കണ്ടു നോക്ക് കേട്ടാ. എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയാലോ. അപ്പൊ നമുക്ക് കൂടുതൽ നന്നാക്കണമെങ്കിൽ നന്നാക്കാം. കൂടുതൽ മേഖലകളിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പറ്റും. നമ്മളും ഇതിനെ കുറിച്ച് കൂടുതൽ ഇങ്ങനെ അന്വേഷിക്കണല്ലേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഇതുപോലെ അറിവുള്ളവരൊക്കെ വിളിക്കുമ്പോ നമുക്കും കൂടുതൽ കാര്യങ്ങൾ കിട്ടുമല്ലോ. നമുക്ക് സമ്മാനത്തിന് അപ്പുറമാണല്ലോ, കുറെ അറിവുകൾ നേടാൻ പറ്റുമല്ലോ ഇതുപോലുള്ള പ്രോഗ്രാമിലൊക്കെ നമ്മൾ പങ്കെടുത്താല് അല്ലേ? അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്. വിളിച്ചതിന് പറയല്ല, നമുക്ക് കൂടുതൽ അറിവ് കിട്ടുമല്ലോ. അപ്പൊ എന്തെങ്കിലുമൊക്കെ നമ്മളടുത്തും എന്തെങ്കിലും കൂടുതൽ അറിവൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമുക്കും കിട്ടുമല്ലോ. അപ്പൊ ഞാൻ ആദ്യത്തെ ചോദ്യം ചോദിക്കട്ടാ. പരിപൂർണമായിട്ട് അവതരിച്ച അവസാനത്തെ സൂറത്ത് ഏതാണെന്ന ചോദ്യം. പരിപൂർണമായി അവതരിച്ച അധ്യായം ഏതാണെന്ന ചോദ്യം. ഓപ്ഷൻ പറയട്ടെ? ഓപ്ഷൻ ആവശ്യമുണ്ടോ? നോക്കാം എന്നാ പറയാം. സൂറത്തുൽ നാസ്, സൂറത്തുൽ ഫാത്തിഹ, സൂറത്തുൽ നസ്ർ. അവസാനാണ് കേട്ടാ, ആദ്യമല്ല. നസ്ർ ശരിയാണ് ഉത്തരം. അപ്പൊ അത്യാവശ്യം വിവരമുള്ള ആളെ തന്നെയാണ് അല്ലേ? രണ്ടാമത്തെ അതുപോലുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്, ചോദിക്കാലോ അല്ലെ? മക്കയിൽ അവതരിച്ച അവസാനത്തെ അധ്യായം ഏതാണെന്നാണ്? മക്കയിൽ അറിയാലോ, മക്കയും മദീനയും ഒക്കെ സൂറത്തുകളില് അറിയാലോ അല്ലെ? അപ്പൊ നമ്മള് മക്കയിൽ അവതരിച്ച അവസാനത്തെ അധ്യായം ഏതാണെന്ന് ചോദ്യം. ഓപ്ഷൻ ഉണ്ടോ? ഉണ്ട്. പറയട്ടെ? സൂറത്തുൽ മുത്തഫിഫീൻ,
സൂറത്ത് നബ, ആ സൂറത്തുൽ ഇഖ്ലാസ്. സൂറത്തുൽ മുത്തഫിഫീന. ആണ്, ശരിയാണ് ആൻസർ. ഓക്കെ. ആ. സമ്മാനായിട്ട് പോകൂലേ? ഏ സമ്മാനായിട്ട് പോകൂലേ? അതറിയില്ല. അതെന്തായാലും എനിക്ക് ഇഷ്ടായി. കുറച്ചൊക്കെ അറിയുന്ന ആളാണല്ലോ. മറ്റേ നമ്മള് വിളിക്കുമ്പോ കൊറേ ഓപ്ഷൻ അതായിരിക്കോ ഇതായിരിക്കോ എന്നൊക്കെ ഇങ്ങനെ കൺഫ്യൂഷനാവും. എന്തായാലും നമ്മളൊരു ഇതുപോലുള്ള പരിപാടിക്കൊക്കെ പങ്കെടുക്കുമ്പോ അത്യാവശ്യം നമ്മൾ വായിച്ചിരിക്കണല്ലോ, അല്ലേ? ഇനി നമുക്ക് ഓപ്ഷൻ ഇല്ലാത്ത മൂന്നാമത്തെ ചോദ്യം ചോദിക്കാം, അല്ലെ? സമ്മാനത്തിന് അർഹമായ ചോദ്യം ചോദിക്കാം. ചോദിക്കട്ടെ? ആ, ഖുർആനില്ലേ, നമ്മൾ ഖുർആന് ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയ പ്രഥമ മുസ്ലിം ആരാണെന്ന ചോദ്യം. ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയ, ഖുർആനെ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയ പ്രഥമ മുസ്ലിം ആണ് ചോദിച്ചിട്ടുള്ള കേട്ടോ. വേറെ ഉണ്ട്, മുസ്ലിമിനെയാണ്. ഉണ്ട് കേട്ടിട്ടുണ്ട്, പക്ഷെ മുസ്ലിം ഉണ്ട്. അതാരാണെന്ന ചോദ്യം. അതല്ല, അത് ഞാൻ തവണ ചോദിച്ചിട്ടുണ്ട്. കേരളത്തിലെ പണ്ഡിതല്ലോ. അങ്ങനെ നമ്മളിപ്പോ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഇപ്പൊ ഓപ്ഷനും ക്ലൂ ഒക്കെ തരാൻ പറ്റൂലല്ലോ. പിന്നെ അതല്ല, 5 സെക്കൻഡ് സമയേ നമുക്ക് ഉണ്ടാവുള്ളൂ. നമ്മൾ ഓരോ റൂൾസ് ഉണ്ടാവുമല്ലോ. പങ്കെടുത്തല്ലോ. ഞാൻ ആൻസർ പറയട്ടെ എന്നാ, അറിയാത്തതുകൊണ്ട് പറയാം. ഡോക്ടർ മുഹമ്മദ് ഹക്കീം ഖാൻ. ഇനിയിപ്പോ നമ്മൾ അടുത്ത വേറെ എവിടെയെങ്കിലൊക്കെ പങ്കെടുക്കുമ്പോ ഓർത്ത് വെക്കാലോ. ശരി, ഇനി വിളിക്കേണ്ടിട്ടാ. ശരി. بنسي شخط رمضان تلك ويس. അസ്സലാമലൈക്കും. ബെൻസി ഹോസ്പിറ്റൽ ഷഹർ റമദാൻ ടെലികിസിലേക്ക് സ്വാഗതം. ആരാ? അൽഹല. ഞാൻ കൊറേ പ്രാവശ്യം കേട്ട പേരാണല്ലോ ഇത്. ഹലോ മോളെ. അപ്പൊ എന്തായാലും ഇത്തവണ സമ്മാനായിട്ട് പോണട്ടാ. അൽഹല, ഇത്തവണേ സമ്മാനം കൊണ്ട് പോണം. അല്ലെങ്കിൽ എനിക്കും വിഷമാവും. എത്ര പ്രാവശ്യം ചോദിച്ചതാണ് അല്ലേ? ഞാൻ സിമ്പിൾ ആണെന്ന് കരുതുന്നത് ഒന്നും നിങ്ങൾ പറയാറില്ല, അതുകൊണ്ടാണ്. ഇപ്പൊ പഠിച്ചിട്ടല്ലേ വന്നത്? ഏറ്റവും കൂടുതൽ പാരായണം ചെയ്യുന്ന സൂറത്ത് ഏതാണ്? സൂറത്തുൽ ഫാത്തിഹ. നമ്മൾ കൂടുതൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഒരു ദിവസം പാരായണം ചെയ്യുന്ന സൂറത്ത് ഏതാണെന്ന ചോദ്യം. സിമ്പിൾ അല്ലേ? ഓപ്ഷൻ വേണോ? വേണം. സൂറത്തുൽ ഫാത്തിഹ, സൂറത്തുൽ യാസീൻ, സൂറത്തുൽ മുൽക്ക്. എന്താണ്? യാസീനാണോ? ഒന്നൊരു സംശയം ഇല്ലേ? ഉമ്മച്ചിനോട് ഒന്നും കൂടെ ചോദിച്ചു നോക്ക്. ഒന്നും കൂടെ. ഹലോ, സമ്മാനം അത് വാങ്ങിക്കാതെ പോകുമ്പോ ഒരു വിഷമോ? സൂറത്തുൽ ഫാത്തിഹയാണോ, യാസീനാണോ, മുൽക്കാണോ? ഫാത്തിഹ. ശരിയാണോ? ഉറപ്പിക്കട്ടെ? എന്തോ ഒരു സംശയം ഉണ്ടല്ലോ. ഉണ്ടാ? സംശയം ഉണ്ട് എന്നാണോ ഇല്ലാന്നാണോ? എന്ത്? നമ്മൾ ഏറ്റവും കൂടുതൽ പാരായണം ചെയ്യുന്ന ഫാത്തിഹ തന്നെ. നീ കൂടുതൽ പറഞ്ഞിട്ട് മോളെ കൺഫ്യൂഷൻ ആക്കണില്ല. നമ്മളെ നമസ്കരിക്കുമ്പോഴൊക്കെ ഫാത്തിഹ അല്ലേ എല്ലാ റക്അത്തിലും നമ്മൾ ഓതുന്നത്. അപ്പൊ തന്നെ 17 പ്രാവശ്യമായില്ലേ? അപ്പൊ ഏറ്റവും കൂടുതൽ ഓതുന്നത് ഏതാ? ഫാത്തിഹ. അതിലൊരു സംശയം വരാൻ പാടുണ്ടോ?
ആ ഇനി മറക്കരുത് കേട്ടാ. രണ്ടാമത്തെ ചോദ്യം ചോദിക്കട്ടെ. ആദ്യം അവതരിച്ച സൂറത്ത് ഏതാ? നബിയുടെ അടുത്തേക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് ഹിറാ ഗുഹയിൽ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ? നബി പേടിച്ച് ഖദീജ ബീവിയോട് പറഞ്ഞ് ജമ്മിലൂനി അല്ലേ, എന്നെ പുതപ്പിക്കൂ എന്ന് പറഞ്ഞ കഥയൊക്കെ അറിയില്ലേ? അറിയാ. എന്നിട്ട് ഖദീജ ബീവി നബിയെയും കൊണ്ട് ആരുടെ അടുത്തേക്ക് പോയി? വർക്കത്ത് ബിൻ നൗഫലിന്റെ അടുത്ത് പോയി എന്നൊക്കെയുള്ള നമ്മൾ കഥ പഠിച്ചിട്ടുണ്ട്, അറിയാലോ. ഹലോ. അപ്പൊ ആദ്യമായിട്ട് ഇറങ്ങിയ സൂറത്ത് ഏതാണ്? ഓപ്ഷൻ ഉണ്ട്, ഓപ്ഷൻ പറഞ്ഞുതരാട്ടാ. സൂറത്തുൽ അലഖ്, സൂറത്തുൽ ഫാത്തിഹ, സൂറത്തുൽ നാസ്. വെരി ഗുഡ് മിടുക്കി. ഇനി ശ്രദ്ധിച്ച് പറയണം മൂന്നാമത്തെ ചോദ്യത്തിനുള്ള ഉത്തരം. ആ ഉത്തരം ശരിയാക്കിയെങ്കിലേ നമുക്ക് ബെൻസി ഹോസ്പിറ്റൽ നൽകുന്ന സമ്മാനം കൊണ്ട് പോകാൻ പറ്റുള്ളൂ, അല്ലേ? നമ്മളിപ്പോ ഏകദേശം എനിക്ക് തോന്നുന്നു 4ാമത്തെ തവണയായിട്ടായി തോന്നുന്നുണ്ട് അല്ലേ? അതോ 3? എന്തായാലും ഇത്തവണ സമ്മാനമായിട്ടേ പോവാൻ പാടുള്ളൂ കേട്ടാ. ഹലോ. ഏറ്റവും കൂടുതൽ പേരുള്ള സൂറത്ത് ഏതാണ്? നല്ല സിമ്പിളാ. ഒരു സൂറത്തിന് കൊറേ പേരുണ്ട്. ഒരു സൂറത്തിന് ഒരു പേരല്ലേ ഉണ്ടാവുള്ളൂ, പക്ഷെ ഈ സൂറത്തിന് കൊറേ പേരുണ്ട്. അങ്ങനെയുള്ള സൂറത്ത് ഫാത്തിഹ. മിടുക്കി, സമ്മാനം നേടി അല്ലേ? സമ്മാനം നേടിട്ടോ. അൽഹംദുലില്ലാതോ? ഹലോ, സന്തോഷായില്ലേ? എന്തായാലും എന്റെ അൽഫല കുട്ടിക്ക് ഇന്ന് ഞാൻ സമ്മാനമായിട്ട് പറഞ്ഞേക്കുള്ളൂന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? 4 തവണ ഒക്കെ വിളിച്ചതല്ലേ? അപ്പൊ അങ്ങനെയാണ് വേണ്ടത്. എന്തു കാര്യത്തിനും ഒരിക്കൽ തോറ്റ പിന്മാറരുത്. അത് നേടുന്നത് വരെ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കണം. അപ്പോഴാണ് നമുക്ക് വിജയം കിട്ടുക, അല്ലേ? അല്ലാതെ ഒരു തവണ വിളിച്ച് കിട്ടിയില്ല. അപ്പൊ എനിക്ക് മോളെ നല്ല ഇഷ്ടമായി. പിന്മാറാതെ സമ്മാനം മേടിക്കുന്നത് വരെ പോരാടി. എനിക്ക് ഭയങ്കര ഇഷ്ടായിട്ടാ. അങ്ങനെ വേണം കുട്ടികളായ. ഇനി വലിയ വലിയ ക്ലാസ്സിലെത്തിയാലൊക്കെ അങ്ങനെ. ഒരു തവണ തോറ്റാലേ ഇന്ന് പിന്മാറരുത്. വീണ്ടും പഠിക്കുക, വീണ്ടും പഠിക്കുക. അപ്പൊ 4ാമത്തെ തവണ അല്ലേ മോള് മേടിക്കാൻ വേണ്ടി വന്നത്? അങ്ങനെ വേണം. മിടിക്കാണ് കേട്ടാ. ഓക്കെ. بنسي شخط رمضان تلك ويسا. അസ്സലാമു അലൈക്കും. ബെൻസി ഹോസ്പിറ്റൽ ഷഹർ റമദാൻ ടെലിക്യൂസിലേക്ക് സ്വാഗതം. എവിടുന്നാ വിളിക്കുന്നത്? നിസാർ മുന്നേ വിളിച്ചിട്ടുണ്ടോ? ഈ പേര് കേട്ട പോലെ തോന്നി നിസാർ. എന്നിട്ട് ആൻസർ കിട്ടിയില്ലേ? സമ്മാനം കിട്ടിയില്ലേ? ഇല്ല, കഴിഞ്ഞ വർഷം കിട്ടിയിരുന്നില്ല, ഈ വർഷം കിട്ടിയിട്ടില്ല. ഈ വർഷം 2ാമത്തെ തവണ വിളിക്കണേ അല്ലേ? ആയിക്കോട്ടെ. അപ്പൊ അറിയാം അതിന്റെ റൂൾസ് ഒക്കെ എങ്ങനെയായിരുന്നു. 3 ചോദ്യം ഉണ്ടാവും. ചോദ്യം ആയിക്കോട്ടെ. ഇനി പറഞ്ഞ സമയം കളയണ്ട അല്ലേ? എന്നാ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഖുർആനിലെ ഏറ്റവും കുറവായി ഉപയോഗിച്ച അക്ഷരം ഏതാണെന്നാ? ഖുർആനിലെ ഏറ്റവും കുറവായി ഉപയോഗിച്ച അക്ഷരം ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ പറയാ. ലാ, സ്വാദ്, ഫാ. അല്ല, ഫാ. ഖാഫ്, ഫാ. ഇപ്പൊ ക്ലിയർ ആയോ? ആൻസർ പറഞ്ഞോളൂ. ഏറ്റവും കുറവാണോ? ഏറ്റവും കുറവ്. സ്വാദ്. തെറ്റിപ്പോയല്ലോ. ശരി, നമുക്ക് അടുത്ത തവണ ശരിയാക്കാം കേട്ടോ. അത് ഇതൊക്കെ വലിയ ബുദ്ധിമുട്ടുള്ള ചോദ്യമാണ്.
വലിയ ബുദ്ധിമുട്ടുള്ള ചോദ്യമാണ്. അതല്ല നമ്മളെ ഇങ്ങനെ ഈ ഇസ്ലാമിക ആയാലും എന്താണോ സബ്ജക്റ്റ് എങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ട് പഠിച്ചിരിക്കണം. നമ്മളൊരു പ്രോഗ്രാമിന് പങ്കെടുക്കുമ്പോൾ എങ്ങനെ വലിയ സൂറത്ത്, ചെറിയ സൂറത്ത്, ഫാള്ള സൂറത്ത്, പ്ലസ് അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. അതല്ല ഈ അക്ഷരങ്ങളെ ഈ ഏറ്റവും കുറവെന്ന് പറയുമ്പോ നമുക്ക് വലിയൊരു കിട്ടൂല. ആൻസർ പറയാൻ പറ്റുമോ? പറയാലോ, ആൻസർ പറയാലോ. ഞാൻ ഫസ്റ്റ് പറഞ്ഞ ഓപ്ഷനില്ലേ? ആദ്യം പറഞ്ഞേ. ഞാൻ ക്ലിയർ ആവാണ്ടേ. ഇനിയിപ്പോ എന്തായാലും കൈവിട്ട് പോയി. بنسي شخط رمضان تلكويسة. അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. ബെൻസി ഹോസ്പിറ്റൽ ഷെഹർ റമദാൻ ടെലികിസിലേക്ക് സ്വാഗതം. താങ്ക് യു. ആരാ വിളിക്കുന്നത്? ആരാണ് വിളിക്കുന്നത്? ഫസ്ന. എവിടുന്നാ? പഴമ്പ്രം. ഫസ്ന എന്താ ചെയ്യണേ? ഇവിടെ ഇരിക്കേ. അത് നല്ല ഉത്തരായല്ലോ. അതല്ല, പഠിക്കണോന്ന് ചോദിച്ചതാ. അതെ. ഏത് ക്ലാസ്സില്? 6th അല്ലേ? ഞാൻ വിചാരിച്ചു വല്ല ജോലിയും ചെയ്യണ്ടെന്ന്. അതാ ഞാൻ ചോദിച്ചത് എന്താ ചെയ്യുന്നതെന്ന്. രസായി. എന്തായാലും എല്ലാരോടും ചോദിക്കുന്നില്ല, വ്യത്യസ്തമായിട്ടൊരു മറുപടി. രസായിട്ടോ. ഈ പ്രോഗ്രാമിലേക്ക് മുന്നേ വിളിച്ചിട്ടുണ്ടോ? ആദ്യമായിട്ടാ? ആദ്യമായിട്ടാകുമ്പോ സമ്മാനമായിട്ട് പോണം കേട്ടോ. തയ്യാറായിട്ടുണ്ടോ? എന്തെങ്കിലുമൊക്കെ എവിടെന്നെങ്കിലൊക്കെ വായിച്ചിട്ടുണ്ടോ? ഓക്കെ. ഇതിന്റെ റൂൾസ് ഒക്കെ അറിയാലോ അല്ലെ? ഈ പ്രോഗ്രാമിന്റെ അറിയാ? കണ്ടിട്ടുണ്ടോ? അപ്പൊ ഉണ്ടല്ലേ? അപ്പൊ പിന്നെ ആദ്യത്തെ ചോദ്യം തന്നെ ചോദിക്കാം അല്ലെ? വെറുതെ സംസാരിച്ച് സമയം കളയുന്നില്ല. ആദ്യത്തെ ചോദ്യം ചോദിക്കാം. ഓക്കെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. എത്ര വർഷം കൊണ്ടാണ് ഖുർആൻ ഇറക്കപ്പെട്ടത്? ഒറ്റയടിക്കല്ലല്ലോ ഖുർആൻ ഇറങ്ങിയത്. റമദാനിലാണ് ഖുർആൻ ഇറങ്ങിയെന്നൊക്കെ നമുക്കറിയാം. ഒരൊറ്റ രാത്രി കൊണ്ട് ഉണ്ടായതാണോ? അല്ലല്ലോ, ഘട്ടമായിട്ടല്ല ഇറങ്ങിയത്. അങ്ങനെ എത്ര വർഷക്കാലം, എത്ര വർഷമാണെന്ന ചോദ്യം. ഓപ്ഷൻ പറയട്ടെ? 23, 43, 40. ശരിയാണ്. ആൻസർ ശരിയാണ് കേട്ടോ. രണ്ടാമത്തെ ചോദ്യം ചോദിക്കട്ടെ? മനുഷ്യരിൽ നിന്ന് ആദ്യമായി ഖുർആൻ മനഃപ്പാഠമാക്കിയത് ആരാണെന്നാണ്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഓക്കെ. അപ്പൊ ഓപ്ഷൻ ഒന്നും ആവശ്യം വന്നില്ല അല്ലേ? സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലേ? ഇനി നമ്മള് ഖുർആനിലേക്ക് ഒന്ന് ആഴത്തിൽ ഇറങ്ങാം. അർത്ഥങ്ങളൊക്കെ അറിയുന്നുണ്ടാവുമല്ലോ അല്ലെ? ചെറിയ സുഹൃത്തിന്റെ അർത്ഥമൊക്കെ അറിയോ? മദ്രസയിലൊക്കെ പോണില്ലേ? എവിടെ പഠിക്കുന്നത്? ISS-ലാണോ? സ്കൂൾ ISS-ലാ പഠിക്കുന്നത്? 6th-ലാണോ പഠിക്കുന്നത്? അപ്പൊ നമ്മൾ 5th-ലൊക്കെ പഠിച്ചൊരു സൂറത്തിന്റെ അർത്ഥമായിരിക്കാം. ഞാൻ ഓപ്ഷൻ ഇല്ല. 5 സെക്കൻഡ് സമയമേ ഉള്ളൂ. ആൻസർ വേഗം പറയണം. ഓക്കെ, പറയട്ടെ? അനാഥകളുടെ ഭക്ഷണം കഴിക്കുന്നവരെ എന്തിനോടാണെന്ന് ഖുർആൻ ഉപമിച്ചിട്ടുള്ളത്? അനാഥകളുടെ ഭക്ഷണം, യതീമിന്റെ ഭക്ഷണം കഴിക്കുന്നവരെ, അനാഥകളുടെ ഭക്ഷണം കഴിക്കുന്നവരെ എന്തിനോടാണ് ഖുർആൻ ഉപമിച്ചത്? അഞ്ച് സെക്കൻഡ് സമയമുള്ളൂ. 5 സെക്കൻഡ് സമയമേ ഉള്ളൂ കേട്ടാ. ചോദ്യം ഈ പറയുന്നൊക്കെ സെക്കൻഡ് സമയം നമ്മൾ എടുക്കും. അനാഥകളുടെ ഭക്ഷണം കഴിക്കുന്നവരെ എന്തിനോടാണ് ഖുർആൻ ഉപമിച്ചത്? കഴിഞ്ഞല്ലോ മോളെ. മിനിറ്റ് അല്ല, സെക്കൻഡാണ് നമുക്ക് സമയം. ആരാ അവിടെ ചോദിക്കണുണ്ടല്ലോ? നമസ്കാരം ഉപേക്ഷിക്കുന്നവരാണോ? അല്ല, ഞാൻ ചോദിച്ച ചോദ്യം എന്താ?
അനാഥകളുടെ ഭക്ഷണം കഴിക്കുന്നവരെ എന്തിനോടാണ് ഖുർആൻ ഉപമിച്ചത്? ശരി, ഇനി അടുത്ത തവണ വിളിക്കുമ്പോൾ ഉത്തരം ശരിയാക്കുക കേട്ടോ. ഓക്കെ, ഓക്കെ. ശരി. بنسي شخط رمضان تلك ويسا. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. ബെൻസി ഹോസ്പിറ്റൽ ഷെഹർ റമദാൻ ടെലികിസ്റ്റിലേക്ക് സ്വാഗതം. ആരാ വിളിക്കുന്നത്? ഫാത്തിമ ഹംന. ഫാത്തിമ ഹംന, എവിടെ നിന്നാ? മാരാമുറ്റം. മോളെ എവിടെ പഠിക്കുന്നത്? പനമ്പാട്. പനമ്പാട് അല്ലേ? ആ, വീട്ടിൽ ആരൊക്കെയാണുള്ളത്? ഉമ്മ, ഉപ്പ, ഇക്കാക്ക, താത്ത. അപ്പൊ ഉണ്ണി വിളിച്ചിട്ട് ഇവരൊക്കെ സഹായം തേടും. ആൻസർ അവരൊക്കെ പറഞ്ഞുതരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് മുന്നേ വിളിച്ചിട്ടുണ്ടാ? സമ്മാനം കിട്ടിയിട്ടുണ്ടാ? ഇല്ല അല്ലേ? അപ്പൊ ഹംനക്കുട്ടിക്ക് ഇത്തവണ സമ്മാനമായിട്ട് പോണെന്ന് കരുതിയിട്ട് ഞാന് സിമ്പിൾ ചോദ്യങ്ങളാ ചോദിക്കാൻ പോണത്. ചോദിക്കട്ടെ? ഉത്തരം പറയാൻ റെഡിയല്ലേ? നോമ്പുണ്ടാ? എല്ലാ നോമ്പ് നോറ്റോ? മിടുക്കിയാണ്. അപ്പൊ ഇപ്രാവശ്യം നോമ്പൊക്കെ നോറ്റതിനുള്ള ഒരു സമ്മാനം ആവട്ടെ ബെൻസി ഹോസ്പിറ്റലിൽ നൽകുന്ന റമദാൻ സമ്മാനം അല്ലേ? ചോദ്യം ചോദിക്കട്ടെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആജ്ഞപ്രകാരം മസ്ജിദ് നബവിയിൽ ആദ്യമായി ബാങ്ക് വിളിച്ചത് ആരാണെന്നാണ് ചോദ്യം. തരാലോ. ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു, ബിലാൽ റളിയല്ലാഹു അൻഹു. ഉത്തരം ശരിയാണല്ലോ. അതാണ് ഞാൻ പറഞ്ഞ ഹംനക്കുട്ടിക്ക് എന്തായാലും സമ്മാനം കിട്ടുന്നു. രണ്ടാമത്തെ ചോദ്യം ചോദിക്കട്ടെ? വെള്ളിയാഴ്ച ജുമാ ദിവസേ, വെള്ളിയാഴ്ചയാണല്ലോ ജുമാ അല്ലേ? ആ ദിവസം നമ്മളൊരു സൂറത്ത് ഓതലുണ്ട് അല്ലേ? എല്ലാരും ഓതലില്ലേ? ജുമയുടെ മുന്നേറ്റ് ഓതണം, സുന്നത്താണ്, ദജ്ജാലിൽ നിന്ന് രക്ഷ നേടാനൊന്നൊക്കെ നമ്മൾ പറയാറുണ്ട് ഇല്ലേ? ഏതാണ് ആ സൂറത്ത്? കഹ്ഫ് അല്ലേ? ഓപ്ഷൻ പറയാതെ തന്നെ ഉത്തരം പറഞ്ഞു. കഹ്ഫ്, ജുമാ, ഫാത്തിഹ എന്നായിരുന്നു ഞാൻ ഓപ്ഷൻ പറയാൻ പോയത്. സൂറത്തുൽ കഹ്ഫ് തന്നെ ശരിയായ ഉത്തരം. മോള് ഓതാറുണ്ടോ? മോതലുണ്ട്. കണ്ടാ? അതാണ് ഈ ഉമ്മമാരൊക്കെ അങ്ങനെയൊക്കെ ചെയ്യണ കണ്ടാല് കുട്ടികൾ അതൊക്കെ കണ്ടു പഠിക്കും എന്ന് പറയുന്നത് അല്ലേ? ഇനി മോള് ഓതണട്ടാ. ഇപ്പൊ ഏത് സൂറത്താ പഠിക്കുന്നത്? യാസീനായി. അപ്പൊ ഇനി ഇതൊക്കെ പഠിച്ചിട്ട് വെള്ളിയാഴ്ച ദിവസമൊക്കെ ഓതണം കേട്ടോ. നീ ചോദിക്കട്ടെ? നമ്മളെല്ലാരും ഖുർആൻ ഓതാറുണ്ടല്ലോ ഉണ്ടല്ലോ. നമ്മൾ കേരളീയര് ആരുടെ ശൈലിയിലാണ് ആ ഖുർആൻ ഓതുന്നത്? ആരുടെ ഖിറാഅത്ത് അനുസരിച്ചാണ് നമ്മൾ ഖുർആൻ ഓതുന്നത്? കേരളീയർ ഖുർആൻ പാരായണം ചെയ്യുന്നത് ആരുടെ ഖിറാഅത്ത് അനുസരിച്ചാണ്? ആരാണ്? ഒരാളുടെ ഖിറാഅത്ത് അനുസരിച്ചിട്ടാണ് നമ്മൾ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ആരാണെന്നാണ് ചോദ്യം. നെയ്മ് തന്നെയാണ്. അസിം റളിയല്ലാഹു അൻഹുവിന്റെ ഖിറാഅത്ത് അനുസരിച്ചിട്ടാണ്. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ 25 നോമ്പും നോറ്റ മിടുക്കിക്ക് റമദാനായിട്ട് ബെൻസി ഹോസ്പിറ്റലിന്റെ വക ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ? അത് ഇതാണ്. സമ്മാനം കിട്ടിയിട്ടുണ്ട് ഹന്നക്കുട്ടിക്ക് കേട്ടോ. ഓക്കെ, വാലേക്കും അസ്സലാം. സന്തോഷം കൊണ്ടല്ലേ? ആയിക്കോട്ടെ, ശരി. بنسي شخط رمضان تلك ويسا. അസ്സലാമു അലൈക്കും. വിജ്ഞാനപ്രദമായ ബെൻസി ഹോസ്പിറ്റൽ ഷെഹർ റമദാൻ ടെലിക്വിസിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. അസ്സലാമു അലൈക്കും. بنسي شخط رمضان تلك ويسا.